പേരൂർക്കട വ്യാജ മോഷണ കേസിലെ ബിന്ദുവിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവഗണിച്ചുവെന്ന വ്യാജ പ്രചാരണങ്ങൾ പൊളിഞ്ഞു. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉറപ്പ് നൽകിയിരുന്നതായി ബിന്ദുവിന്റെ അഭിഭാഷകൻ എസ്.ബി. കിഷോർ വ്യക്തമാക്കി. തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് ബിന്ദുവും കൈരളി ന്യൂസിനോട് പറഞ്ഞു. വ്യാജ പരാതിയുടെ പേരിൽ പേരൂർക്കട പോലീസിൽ നിന്ന് ദുരനുഭവമുണ്ടായ ബിന്ദുവിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിഗണിച്ചില്ലെന്ന പ്രചരണമാണ് ചില മാധ്യമങ്ങൾ ഉയർത്തിയത്. ഇതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പഴിക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങളുണ്ടായി. ഈ വ്യാജ പ്രചരണങ്ങൾ പൊളിക്കുന്നതാണ് ബിന്ദുവിന്റെ അഭിഭാഷകൻ എസ്.വി. കിഷോറിന്റെ വെളിപ്പെടുത്തൽ. പരാതി നൽകാനെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി ബിന്ദുവിനോട് സംസാരിച്ചിരുന്നതായും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായും അഡ്വക്കേറ്റ് കിഷോർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബിന്ദു പറയുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേൾക്കുകയും അപ്പോൾ നിയമപരമായ FIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അത് കോടതി മുഖേന പോകേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഓഫീസിൽ നിന്ന് താൻ ആദ്യം പുറത്തിറങ്ങിയതുകൊണ്ടാണ് തനിക്കത് കേൾക്കാൻ കഴിയാതെ പോയതെന്നും അഭിഭാഷകന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നതായും ബിന്ദുവും വ്യക്തമാക്കി. ഇത് അന്വേഷിക്കാൻ ഉത്തരവിടാന്ന് പറഞ്ഞത് വക്കീൽ കേട്ടു, പക്ഷേ ഞാൻ കേട്ടില്ല. ഞാൻ ഇതിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ആയതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയങ്ങും. അതിനുശേഷമാണ് വക്കീൽ എന്നോട് പറയുന്നത് ഇങ്ങനെ ഉത്തരവിട്ടിട്ടുണ്ട്, അത് വക്കീൽ കേട്ടെന്ന്. വക്കീലിന്റെ വായിൽ തന്നെ ഞാൻ കേട്ടത്. അതേസമയം വ്യാജമോഷണ പരാതി നൽകിയ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനാണ് ബിന്ദുവിന്റെ തീരുമാനം. എനിക്ക് നീതി ഇപ്പം കിട്ടി എങ്കിലും തൃപ്തിയല്ല. എങ്കിലും ഇനി അടുത്തത് ഈ ഓമന ഡാനിയലിന്റെ പേരിൽ കേസ് കൊടുക്കുവാനും മാനനഷ്ടം. ഇത് രണ്ടും ഉടനെ നമ്മൾ ചെയ്തിരിക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വലിച്ചിഴച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ശ്രമങ്ങളാണ് ഇതോടെ പൊളിഞ്ഞത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.